ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? നല്ല ചൂടാണല്ലേ. വേഗം അടുക്കളയിലത്തെ വലിയ കൊശൊന്നും നോക്കണില്ല കേട്ടോ. അടുക്കളയിലത്തെയൊക്കെ വേഗം പണിയൊക്കെ തീർത്തിട്ട് ഫാൻ ഇട്ടിട്ട് കുറച്ച് നേരമായിട്ട് പോയിരിക്കും. സഹിക്കണില്ല കേട്ടോ ചൂട്. എങ്ങനെയാ പുറമേയൊക്കെ ഓരോ പണി എടുക്കുന്നവരൊക്കെ ദൈവം കാക്കട്ടല്ലേ. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന നമ്മൾക്ക് തന്നെ സഹിക്കണില്ല ചൂട് കിട്ടാ. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാട്ടോ കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാകുക വെച്ചെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. ഇഷ്ടമാവാനും നോക്കണ്ട കേട്ടോ. ഒരു ലൈക്കൊക്കെ തരിക നമുക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഇതുവരെ ഞാൻ പറഞ്ഞില്ല വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് കേട്ടാ. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടാ. അപ്പോഴല്ലേ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് എത്തുള്ളൂ. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ കാക്കയ്ക്ക് തീറ്റയൊക്കെ വെച്ചെടുത്തിട്ട് വന്നതാട്ടാ. അങ്ങനെ ചോറൊക്കെ തീ കൂട്ടിയിട്ടായിരുന്നു. അങ്ങനെ അരിയൊക്കെ ഒന്ന് കഴുകുകയാണ്. അപ്പോൾ പ്രശ്നം ഞാൻ റേഷൻ കടയിൽ നിന്ന് മേടിച്ചത് മട്ട അരി കേട്ടാ. മട്ട അരി 2-3 കിലോ സ്പെഷ്യലൊക്കെ കിട്ടണത് വാങ്ങുക എന്നല്ലാതെ ഞാൻ അതായിട്ട് വാങ്ങലില്ല. വെള്ള അരിയാണ് വാങ്ങിക്കുക. ഇവിടെ മോൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഒരു ദിവസമൊക്കെ കഴിക്കും, പിന്നെ കഴിക്കില്ല. അപ്പോൾ ഞാൻ എന്തായാലും പ്രാവശ്യം പോയപ്പോൾ ഞാൻ മട്ട അരിയാണ് മേടിച്ചത് കേട്ടാ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. കഴിച്ച് നോക്കുമ്പോൾ ഈ അരി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് കേട്ടോ അടുപ്പത്തിരുന്നത്. അങ്ങനെ ജോലിയിനെ ഞാൻ വിട്ടിട്ട് നമുക്ക് ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കരയിനൊക്കെ കണ്ടപ്പോൾ ഒക്കെ എടുത്തിട്ട് ഓളെ ഞാൻ കവുമ്മ കൊണ്ടുവന്ന് കെട്ടിയിട്ടാ. അങ്ങനെ അടുക്കളയ്ക്ക് വന്നാണ്. അപ്പം മീനൊന്നും ഇല്ല കേട്ടാ. അപ്പോൾ എന്താ കറി വയ്ക്കുക ഇന്നിപ്പോൾ എന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടാ. ഉണങ്ങിയ പോലെ ആയിണ്ട് ഫ്രിഡ്ജിലെ തണുപ്പിലിരുന്നിട്ട്. പൂച്ചക്കുട്ടിയുടെ വാല് പോലത്തെ 3 മുരിങ്ങാക്കായ ഉണ്ടായിരുന്നിട്ടാ. അതും കുറച്ചധികം തന്നെ ചക്കക്കുരും. പിന്നെ ചക്കക്കുരു ഉണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും 4 ഇടാലോ. ചക്കക്കുരും പരിപ്പും തക്കാളിയൊക്കെ വെച്ചിട്ട് ഒന്ന് മാങ്ങയൊക്കെ വെച്ചിട്ട് ഒന്ന് മുരിങ്ങാക്കായ കറി വെക്കണം. അപ്പോൾ അതിലേക്ക് വറക്കാനൊന്നുമില്ല കേട്ടാ. മുട്ട ഉണ്ടാക്കണം. കഴിക്കാൻ നേരത്തേക്ക് പപ്പടമൊക്കെ കാച്ചുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറയണത്. വലിയ ആർഭാടമൊന്നുമില്ല നമുക്ക്. വേഗം അടുക്കളത്തെ പണികളൊക്കെ കഴിച്ചിട്ട് പോയിട്ട് ഫാൻ ഇട്ടിട്ട് ഇരിക്കണം. അതാണ് എൻ്റെ ഇന്നത്തെ മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു തൊഴിലിട്ടാ. അപ്പോൾ അടുക്കളയിൽ ചെറിയ ഒരു നമ്മൾക്ക് വലിയൊരു ഇതൊന്നും നോക്കണില്ല. അങ്ങനെ പരിപ്പും ഒക്കെ വെന്തപ്പോൾ മുരിങ്ങാക്കായും മാങ്ങയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വേവട്ടെ. പിന്നെ കടി പ്രത്യേകിച്ചൊന്നും കാണിക്കണമെന്നല്ലേ പുട്ടാണ് കേട്ടോ. അത് അടുപ്പത്തെ വേവുണ്ട്, പപ്പടം കാച്ചുണ്ട് കേട്ടോ. അത്രയാണ് വിശേഷം ഇന്നത്തെ. പിന്നെ ഇന്ന് അമ്പലത്തിലെ പൂജയാണ് കേട്ടോ. അപ്പോൾ മാസം വരും പൂജ. അപ്പോൾ അത് ഇന്നാണ്. അപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂജയ്ക്ക് ആകുമ്പോൾ തലേദിവസം വിളിച്ച് പറയാറാണ്. പക്ഷേ ഇന്ന് രാവിലെ തന്നെയാണ് വിളിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെന്ന് വിളിക്കാൻ വൈകി ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ഞാൻ ലീവായിരുന്നു പറഞ്ഞ അയാൾ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ നോക്കിയാലോ. അപ്പം മീനൊന്നും തൊട്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ രാവിലെ പോയിട്ട് ചീട്ടൊക്കെ ചേർപ്പിച്ചിട്ട് അങ്ങനെ വരും. പിന്നെ ഒരു 9:30 ആകുമ്പോൾ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി പോവുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു 8:30 ആയിട്ടാ. 8 മണിയൊക്കെ ആയി വിളിക്കുമ്പോൾ. പിന്നെ ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും 9:30 നാമമാണ് കേട്ടോ. കുംഭത്തിലെ ലാസ്റ്റത്തെ വെള്ളിയാഴ്ചത്തെ നാമമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്നാണ്ട് ഒതുങ്ങിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് അതിനൊന്ന് പോകാണ്ട്. അപ്പോൾ അരിയൊക്കെ ഒന്ന് വേവ് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ഈ അരിയുടെ വേവ് വല്ലാണ്ട് നമുക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ മുരിങ്ങക്കായൊക്കെ ഒന്ന് തിളച്ചപ്പോൾ നാളികേരം ഒഴിച്ച് ചേർത്തുണ്ട്. ഇനി അതൊന്ന് തിളച്ചാലും ഒന്ന് കടുക് പൊട്ടിക്കണം ഉലുവയൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പപ്പടമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ. രാവിലെ പുട്ട് ചൂടാച്ചിട്ട്. പുട്ടും പപ്പടമൊക്കെ ആകുമ്പോൾ ആർക്കും വലിയ പ്രശ്നമില്ല കേട്ടാ. മോന് നല്ല ഇഷ്ടമാണ് പുട്ടും പപ്പടം. അപ്പോൾ എന്തായാലും ചോറിക്ക് കൊടുക്കാമല്ലോ. പിന്നെ മീനൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ കുറച്ചധികം തന്നെ പപ്പടം കാച്ചെടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഇന്ന് എല്ലാവരും ഇങ്ങനെ നോമ്പറക്കണ പൊരിക്കടികളും ഒക്കെ എങ്ങനെ കാണുമ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ടാ ഒരു പൊരിക്കടി തിന്നാൻ ഒരു പൂതി. അപ്പോൾ ഒരു ദിവസം മോൻ കൊടുന്നിട്ടാ. അതിൽ പിന്നെ ഒന്ന് ബോണ്ട ഇരുന്നിട്ടാ. ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ചിക്കൻ്റെ ബോണ്ട പോലത്തെ അതൊന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ ഈ ചിക്കൻ്റെ ഐറ്റംസുകളൊക്കെ ഉള്ള അങ്ങനത്തെ ബജികൾ കൂടി ചേർന്ന് കഴിക്കും എനിക്ക് എന്തോ പോലെ കേട്ടാ.
കാരണം ഈ ചിക്കൻ്റെ ഇതൊക്കെ പൊരിച്ച് ആ എണ്ണയിലല്ലേ പിന്നെ വെജിറ്റബിൾ പൊരിക്കുക എന്നൊക്കെയുള്ളൊരു ഇതാട്ടാ. അതായത് വെറും വെജിറ്റബിൾ ഐറ്റംസുകൾ മാത്രമുള്ള പൊരിക്കടിയാണെച്ചെങ്കിൽ നമുക്ക് നല്ലൊരു തൃപ്തിയാണ് കേട്ടോ. എന്താ ചെയ്യുക, തൃപ്തി അതൊരു സ്വഭാവം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, കല്യാണമായിട്ട് മവേലി പോയപ്പോൾ അവർ വാങ്ങാൻ വേണ്ടി നിർബന്ധിച്ചിട്ട് വാങ്ങിയതാട്ടോ ഞാൻ കടലപ്പരിപ്പ് 1 കിലോ. അപ്പോൾ ഒന്ന് പരിപ്പ് കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ച്. സോസൊക്കെ ഉണ്ട്, അത് കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ വേഗം കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിയിട്ടാ. അപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും മതിയല്ലോ. അപ്പോഴേക്കൊക്കെ പരിപ്പൊക്കെ കുതിർന്ന് വന്നോളും. അപ്പോൾ അടുക്കളയിലത്തൊക്കെ കണ്ട് ഒരു മാതിരിയൊക്കെ കണ്ടായപ്പോഴാണ് കേട്ടോ ഞാൻ ഓർമ്മ വന്നത്. എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് അങ്ങനെ അതൊക്കെ വെള്ളത്തിയിട്ടിട്ട് ഞാൻ പിന്നെ അമ്പലത്തേക്ക് പോയിട്ടാണ്. അങ്ങനെ തൊഴുതു. അപ്പോൾ അവിടെ നാമം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയതാട്ടാ. അപ്പോൾ പായസം ഇങ്ങനെ എല്ലാവർക്കും ഉള്ള പൂജക്കാർക്കൊക്കെ ഉള്ള പായസം ഇങ്ങനെ എടുത്തു വയ്ക്കും. അതും ഇങ്ങനെ തൊടാനുള്ള കുറിയൊക്കെ. അപ്പം നമുക്ക് അമ്പലത്തിൽ നിന്ന് കുറിയൊന്നും കിട്ടിയില്ല കേട്ടാ. വെച്ചാൽ പോയിറക്കണം, ശാന്തി പോയിറക്കണം, ഇതൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ച്. പിന്നെ നാമായ കാരണം പിന്നെ എപ്പോഴും അടയ്ക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് കഴുകി കിട്ടാ. പിന്നെ ഇന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അപ്പം ഞാൻ അതിന് പ്രസാദമൊക്കെ എടുത്തിട്ടൊന്ന് കുറിയിട്ടതാട്ടാ. വൈകിയാലും വേണ്ടില്ല വെച്ചിട്ട്. അപ്പോൾ നമ്മളെ ആ തിരുമണ സമയമൊക്കെ അത് തെറ്റിയിട്ട് അമ്പലത്തിലൊക്കെ പോയി വരലും ഒക്കെ കൂടി ആയപ്പോഴത്തേന് അവിടെ ഒന്ന് വെയിലിൻ്റെ നാളായിട്ടാണ്. അപ്പോൾ കുറച്ച് തന്നെയുള്ളൂ കഴുകാനിട്ടാ. അപ്പം ഞാനങ്ങനെ വിൻറ്റേജിലെ കല്ലിൻ്റെ അവിടെ പോയിട്ട്, അവിടെ പിന്നെ വെയിലുണ്ടാവില്ല കേട്ടോ, എപ്പോഴും ടാർപ്പായ കെട്ടിയിട്ടുണ്ട് കാരണം. അപ്പോൾ അവിടെ പോയിട്ടൊക്കെ ഒന്ന് ഒലിമ്പിടുകയാണ്. അപ്പോൾ അവിടെ ഫോണൊക്കെ വയ്ക്കാൻ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. അടുത്തൊക്കെ ഫോൺ വയ്ക്കുക. എൻ്റെ കല്ലുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക, എൻ്റെ കല്ലുമ്മലൊക്കെ തിരുമ്പുമ്പോൾ എവിടേക്കോ ഫോൺ കൊണ്ടൊക്കെയാണെന്ന് ഇങ്ങനെ ആലോചിച്ചാട്ടാ. അപ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഊരിയിട്ട്, അപ്പോൾ ആ കാണുന്നത് എൻ്റെ വീട് തന്നെ കേട്ടോ. അപ്പോൾ ഒരു ചുറ്റം ഒരു ചെറിയൊരു മതിലുണ്ട് എന്നുള്ളൂ കേട്ടോ, അത്ര അടുത്താണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി അതൊക്കെ ഒന്ന് ഊരിയിട്ട് അതൊക്കെ ഒന്ന് അയക്കയിലിട്ടിട്ടാ. പിന്നെ എന്ന് പറഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ ഇനി എത്ര നേരം വൈകി തിരുമ്പിയാലും ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് തുണികളൊക്കെ മടക്കി എടുക്കട്ടെ. ഇനിയിപ്പോൾ മടക്കി വെച്ചാൽ അവിടെ കിടന്ന് ഇരക്കിയല്ലോ, അത്രയും വെയിലിൻ്റെ കടുപ്പല്ലേ. പിന്നെ നമ്മളെ കുട്ടുമ്പോൾ പിന്നെ ഇന്നലെ വന്നിട്ടില്ല, ഇന്നിപ്പോൾ വന്നിട്ടില്ല കേട്ടോ. അവനെ കാടൻ ഓടിച്ചു കൊണ്ടുപോയി എന്ത് ചെയ്താണാവോ. ഇനിയിപ്പോൾ പകൽ വന്നില്ലെങ്കിലും രാവിലെ ഒന്ന് വരും, രാത്രി ഒന്ന് വരും, അങ്ങനെ ഇരുന്നിട്ടാവും കൂട്ടുകാരെ. ഇന്നലെ മിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എന്താവോ ചോറിനാ വന്നിട്ടാ. എന്നിട്ട് ഞാൻ അവിടെ കിടക്കുമ്പോൾ കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ധൈര്യമാണല്ലോ, എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഫാനൊക്കെ കാറ്റ് കൊണ്ടിട്ട് കുറച്ച് നേരമൊക്കെ കിടന്നിട്ട് പോയത് കേട്ടോ. എൻ്റെ ആവോ പാവോ. അപ്പോൾ ഇരുമ്പാമ്പളിങ്ങൾക്കൊക്കെ പ്രാന്ത് പിടിച്ചെടുക്കുന്നിട്ടാ. അന്ന് ഞാൻ വെട്ടി വിട്ടല്ലോ കൊമ്പുകളൊക്കെ. ഇപ്പം എല്ലാം തറവാട്ടിയിട്ടൊക്കെ അതാ മരം കാണാതെ കാഴ്ച നിൽക്കുകയാണ് കേട്ടാ. ഇടയ്ക്കൊക്കെ ഒരു 4 മീൻ കറിയിലൊക്കെ ഇടും, ഇല്ലാത്തവർക്കൊക്കെ ഒരു ഇഷ്ടമാണല്ലേ. അങ്ങനെ ഞാൻ കടലപ്പരിപ്പൊക്കെ ഒന്ന് കഴുകി അരച്ചിട്ടാ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം കേട്ടാ. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ പേസ്റ്റ് പോലെ അരക്കണില്ല കേട്ടാ, ഒന്നിങ്ങനെ തരിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഈ ഒരു ആദ്യം ഒന്ന് നല്ല അരഞ്ഞിട്ടാ. അപ്പോൾ പിന്നെ രണ്ടാമത് ഞാൻ ഒന്ന് കുറച്ച് തരിപ്പ് കൂടിയിട്ടാണ് അരച്ചെടുത്തത്. പിന്നെ ഇത് അരക്കിനെക്കാട്ടി മുന്നേ ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്കൊന്ന് കടിക്കാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ടുള്ള മാവൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ആയിരിക്കും നമുക്ക് വേണ്ടത് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം സവോളയും കൂടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 5-8 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി ഒക്കെ കൂടിയിട്ട് അരിഞ്ഞിട്ടതാട്ടാ. അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലിവൊന്നും ഞാൻ കളഞ്ഞില്ല കേട്ടോ. പിന്നെ 2 ഉണക്കമുളക് കേട്ടോ, 2 പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല, പക്ഷേ അതിങ്ങനെ കടിക്കും കേട്ടോ. പരിപ്പ് വടയൊക്കെ വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ പൊളിച്ച് വെക്കുമ്പോൾ കടിക്കണേ പച്ചമുളകാവും. അപ്പം ഞാനൊന്ന്
അതിൽ കൂടെ ഇറക്കിയാട്ടാ. പിന്നെ ഒരു അര സ്പൂണ് പെരുംജീരകവും ചേർത്തിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ചിലർ കായപ്പൊടിയൊക്കെ ചേർക്കും, അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. എനിക്ക് പരിപ്പ് വടയിലൊന്നും ആ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതും കൂടിയിട്ട് നമ്മളെ പരിപ്പ് അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവ കൂടി ചേർക്കാണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് അധികം തന്നെ കറിവേപ്പില ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണ് പിരിയമുളകിൻ്റെ പൊടിയാട്ടാ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കട്ടാ. അപ്പോൾ ഇത് കുഴച്ചിട്ടൊന്നും ഉപ്പ് ചേർത്തിട്ടൊന്നും കുഴച്ചിട്ടൊന്നും വെക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം ലൂസാകും മാവ്. പിന്നെ അങ്ങനെ വെച്ചെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കട്ടോ. അതിപ്പോൾ ഞാൻ കുഴക്കലും ഉണ്ടാക്കലും ഒരുപോലെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ട്രൈപോഡ് പിന്നെ പൊട്ടീന്ന്. അപ്പോൾ ഇത് മറ്റേ അടുപ്പിൻ്റെ അവിടെ പാചകം ചെയ്യുമ്പോൾ വെക്കണ അത് പൊട്ടിയിറക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയ്യിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ പരത്തിയിട്ട് ഞാനിങ്ങനെ ഒന്ന് പരത്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനൊരു പാത്രത്തിൽ, പക്ഷേ എനിക്കൊരു സക്സസ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ കയ്യിൻ്റെ അടിയിൽ തന്നെ ഇട്ടിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വിചാരിച്ചതിനെക്കാട്ടി നല്ല സൂപ്പറായിട്ട് കിട്ടും ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലേക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള കേട്ടോ. ഞാൻ 3 പരിപ്പ് വട സോസ് കൂട്ടിയിട്ട് കഴിച്ചിട്ടാണ്. അത്രയും രുചി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പരിപ്പ് വടയൊക്കെ കഴിച്ചിട്ടാണ്. കണ്ടില്ലേ എന്തൊരു മൊഞ്ചല്ലേ പരിപ്പ് വടയല്ലേ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരിപ്പ് വട ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പരിപ്പ് വട നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഒരു പൂച്ചക്കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. മണിയുടെ മകൾ ഇവിടെ മേലെ എവിടെയോ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പൂച്ചക്കുട്ടികളെ. നല്ല കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ നല്ല മുഞ്ചുള്ള പരിപ്പ് വട കിട്ടിയില്ല കൂട്ടുകാരെ. അപ്പോൾ പരിപ്പ് വടയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുക വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പരിപ്പ് വട ആണെങ്കിൽ ഓരോ പരിപ്പ് വടയൊക്കെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബായ്.